ബേസിൽ ജോസഫിൻ്റെ വൈറലായിട്ടുള്ള ചെമ്മീൻ നിർവ്വാണം ഓർമ്മയുണ്ടോ? നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. അതേ സെയിം റെസിപ്പി ചെമ്മീന് പകരം ചിക്കൻ വെച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് നോക്കാൻ വേണ്ടി ചെയ്ത റെസിപ്പിയാണത്. എനിക്കൊരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു, ചെമ്മീന് പകരം ചിക്കനിലൊന്ന് ചെയ്യുമോയെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്യാതെ പറ്റില്ലല്ലോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് ഒരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കനിലേക്ക് വേണ്ട ക്വാണ്ടിറ്റിയാണ് ഈ പറയുന്നത്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില. ഇനി കറിവേപ്പില വേണം, ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മുഴുവനോടെയുള്ള കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കാം. ചെമ്മീനിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനതിൽ വിനാഗിരി അല്ല, വെള്ളമാണ് ചേർത്തിട്ട് അരച്ചെടുത്തത്. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഈ അരച്ച മസാലയുടെ കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ കൈ നല്ലപോലെ എരിയും. കുരുമുളകും മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ എപ്പോഴും കുറവ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. കുറവാന്ന് തോന്നുകയെന്ന് വെച്ചാൽ നമുക്ക് ഇനി ആഡ് ചെയ്യാം, പക്ഷേ കൂടി പോയിട്ടുണ്ടെങ്കിൽ നല്ല പാടായിരിക്കും. മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നല്ല ചൂട് കിട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഒന്നിച്ചിട്ടിട്ടാണ് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കുക്കായി വരുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ പോലെ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ പക്ഷേ എപ്പോഴും കുറവ് ഓയിലിൽ എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം ആ ഒരു രീതിക്കാണ് ട്രൈ ചെയ്യാറ്. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഒരു ചെറുതായിട്ടൊരു ഗ്രേവി ടൈപ്പായിട്ട് വരും. നമ്മൾ ഒഴിച്ച എണ്ണയൊന്നും കാണുകയില്ല. ഈ ഒരു സമയത്ത് ഒന്ന് തിളയൊക്കെ വരുമ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ആ വെള്ളത്തിൽ ചിക്കൻ നല്ലപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. ചിക്കൻ ഒരു 50% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഗ്രേവീൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പോ എരിവൊക്കെ കുറവാണെങ്കിൽ ഉപ്പിടാം. അതുപോലെ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം ഈ ഒരു സമയത്ത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ചിക്കൻ ഇതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ആ ഒരു ഗ്യാപ്പിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ ഒരു തേങ്ങേൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയായിരുന്നു. തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് പാലെടുക്കുക. അപ്പോൾ ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി ആ എണ്ണയിൽ കിടന്ന ചിക്കൻ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ തേങ്ങാപ്പാലും ഇതിലുള്ള ഗ്രേവിയും കൂടെ ആകുമ്പോൾ ഒരുപാട് ലൂസായി പോവും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചാൽ നമുക്കിത് ഇറക്കാം. ഒരു ചിക്കൻ സ്റ്റൂ പോലെയൊക്കെ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഗ്രേവിക്ക്. പക്ഷെ ഞാനിവിടെ ഒന്നും കൂടെ വറ്റിച്ച് നമ്മൾ ചെമ്മീനൊക്കെ ചെയ്ത പോലെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് എടുക്കുന്നത്. നല്ലോണം തിളച്ച് വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുക്കായിരിക്കും നല്ലത്. ഇത് ഇരുന്ന് കട്ടയാവുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് ഇതുപോലെ എടുത്തിട്ടില്ലെങ്കിൽ നല്ല ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ടെക്സ്ചറിൽ എടുക്കായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒട്ടും ഗ്രേവിയില്ലാതെ ഡ്രൈ ആയിപ്പോവും. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ, അത്രയും പഞ്ചസാര അതിലിട്ട് കൊടുക്കുക. അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 2 മിനിറ്റും കൂടെ തിളച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച എണ്ണ തെളിഞ്ഞ് വരണതാണ് ഇതിൻ്റെ ആ ഒരു ഗ്രേവീൻ്റെ പരുവം. എല്ലാ കറിയും വയ്ക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒഴിച്ച എണ്ണ ഒന്ന് മേലെ തെളിഞ്ഞ് വരുമ്പോൾ ഇത് പാകമായിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എരിവ് കുറവാന്ന് തോന്നുകയെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടിയോ പച്ചമുളക് കീറിയിട്ടോ ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സവാളയോ തക്കാളിയോ ഒന്നും വേണ്ടാത്ത നല്ല കുറുകെ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ചിക്കൻ കറി എന്ന് പറയണോ ചിക്കൻ നിർവ്വാണം എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. സവാളയോ തക്കാളിയോ ഒന്നും വേണ്ട. സവാള അരിഞ്ഞ് സമയം കളയണ്ട, വഴറ്റി സമയം കളയണ്ട. ചിക്കൻ വേവാനെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഇതിന് വേണ്ടൂ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ചെമ്മീൻ നിർവ്വാണം തന്നെയാണ്. എന്നാലും എപ്പോഴും സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇതുപോലൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്